ഒന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാൻ ഇനി ഒന്നാം ക്ലാസ്സുകാരിയെ എഴുതിയ കൃഷിയെക്കുറിച്ചുള്ള കുറിപ്പുകൾ. കിഴക്കമ്പലം ഗവൺമെന്റ് LP സ്കൂളിൽ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്ദിത ഒന്നാം ക്ലാസ്സിൽ വെച്ച് എഴുതിയ ഡയറി കുറിപ്പുകളാണ് SCERT കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയത്. ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി. അവിടെ മുളക് ചെടിയും പയറു ചെടിയും വെണ്ടയും ഉണ്ട്. ഞാൻ അതിനെല്ലാം വെള്ളം ഒഴിച്ചു. ഒന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ ഇനി നന്ദിതയുടെ ഡയറിയും. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നന്ദിത എഴുതിയ കൃഷിയെക്കുറിച്ചുള്ള ഡയറി കുറിപ്പാണ് SCERTയുടെ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭാഷ, അതായത് മലയാളം എഴുത്തും അതുപോലെ തന്നെ വായനയും എളുപ്പമാകുന്നതിന് വേണ്ടി കുട്ടികൾ ആത്മവിശ്വാസത്തോടു കൂടി വായിക്കാൻ, തെറ്റില്ലാതെ വായിക്കാനും അതുപോലെ തന്നെ സ്വതന്ത്രമായി കുട്ടികൾ എഴുതാനും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംയുക്ത ഡയറി എഴുതാനായിട്ട് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് അധ്യാപകർ സംയുക്ത ഡയറി എഴുതുന്ന ഒരു രീതി കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടർന്നു വരുന്നുണ്ട്. അപ്പോൾ സംയുക്ത ഡയറി എന്ന് പറയുമ്പോൾ കുട്ടിയും അമ്മയും ചേർന്ന് എഴുതുന്നതാണ് സംയുക്ത ഡയറി. കൃഷിത്തോട്ട സന്ദർശനം, വിളകളുടെ സംരക്ഷണം, പ്രതിരോധം എന്നീ കൃഷിമൂല്യങ്ങൾ തന്റെ കുറിപ്പിൽ ഈ കൊച്ചുമിടുക്കി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഡയറിയിൽ എഴുതി. അവൾക്ക് ആദ്യമേയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എഴുതാനൊക്കെ. പിന്നെ ഈ സംയുക്ത ഡയറി വന്നതിന് ശേഷമാണ് അവൾക്ക് മാറ്റം ഉണ്ടായത്. ആദ്യമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു അവൾക്ക്. പിന്നെ അവൾ കുറേയൊക്കെ തന്നെ ഇങ്ങനെ എഴുതി പിന്നെ ഞാൻ എഴുതിക്കോളാന്ന് പറയും, അങ്ങനെ എഴുതും. പിന്നെ ചെറിയ തെറ്റൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. കിഴക്കമ്പലം ഗവൺമെന്റ് LP സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് നന്ദിത. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുലഭ നിമിഷം, അതായത് SCERTയുടെ പുസ്തകത്തിൽ കുട്ടിയുടെ ഈ ഡയറി കുറിപ്പ് വരിക എന്ന് വെച്ചാൽ ഇനി ഈ പുസ്തകം മാറുന്ന വരെ ഈ നന്ദിതയുടെ ഡയറി കുറിപ്പ് കേരളം പഠിക്കും, കേരളത്തിലെ കുട്ടികൾ പഠിക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിലെ മലയാളം അധ്യാപികയായിരുന്ന നസീമ കുട്ടികൾ തയ്യാറാക്കിയ ഡയറി കുറിപ്പുകൾ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതിൽ നിന്നാണ് നന്ദിതയുടെ കുറിപ്പ് തിരഞ്ഞെടുത്തത്. കിഴക്കമ്പലം സ്വദേശിയായ സുബ്രഹ്മണ്യത്തിന്റെയും രജിതയുടെയും മകളാണ് നന്ദിത. സലിം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.